ഹായ് ഗായ്സ്, ഇത്തവണ ഞാൻ കാരവാൻ പാർക്കിലത്തെ വീഡിയോസ് ഇട്ടപ്പോൾ എന്നോട് കുറച്ച് പേര് DM ചെയ്ത് ചോദിച്ചു കാരവാൻ ബുക്ക് ചെയ്യാൻ ഇത്ര എളുപ്പമാണോ, കാരവാൻ ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്താണെന്ന്. ഞാൻ ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ പറയാം. ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ കാരവാൻ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഫസ്റ്റ് കാരവാൻ ബുക്ക് ചെയ്ത് വെയിൽസിലായിരുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സെക്കൻഡ് കാരവാൻ ബുക്ക് ചെയ്തിരിക്കുന്നത് ഡെവൻ ക്ലിഫ് എന്ന് പറഞ്ഞൊരു ഫാമിലി പാർക്കിലാണ്. അപ്പോൾ കാരവാൻ ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും എത്ര ബെഡ്സ് ഉണ്ടെന്ന് നോക്കി വേണം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞങ്ങൾ പോയത് 4 അഡൽട്ട്സും ഒരു ബേബിയാണ്. ഞങ്ങൾ ഒരു 6 ബെഡുള്ള കാരവാനാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. എക്സ്ട്രാ നമുക്ക് വേണമെങ്കിൽ ഒരു 8 to 10 പീപ്പിൾ വരെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ലോഞ്ചിലെല്ലാം കിടക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. അത് കൂടാതെ പിന്നെ നമുക്ക് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഷ്റൂംസ് എത്ര എണ്ണം ഉണ്ടെന്നാണ്. അപ്പോൾ ഇവർക്ക് മെയിനായിട്ട് ഒരു വാഷ്റൂമും പ്രോപ്പർ വാഷ്റൂമും ഒരു എക്സ്ട്രാ ടോയ്ലറ്റും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് 4 പേർക്ക് അത് ഓക്കെ ആയിരുന്നു. പിന്നെ കുക്കിംഗ് ഫെസിലിറ്റി, കുക്കിംഗ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടോ, നമുക്ക് ഹീറ്റ് ചെയ്യാനുള്ള മൈക്രോവേവ് കാര്യങ്ങളുണ്ടോ, യൂട്ടൻസിൽസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, നമ്മൾ കൊണ്ടുപോകണോ, ഫ്രിഡ്ജ് കാര്യങ്ങളുണ്ടോ, അതൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പാർക്കിംഗ്, ഇപ്പോൾ നമ്മൾ എന്താണെങ്കിലും ഡ്രൈവ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും മിക്ക ആൾക്കാരും പോകുക. നമുക്ക് കാർ അവിടെ പാർക്ക് ചെയ്യാൻ പറ്റുമോ, അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് ഉണ്ടോ, അതെപ്പോഴും നിങ്ങൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ബേസിക്കായിട്ട് ചെക്ക് ചെയ്യേണ്ട മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ കാരവാൻ പാർക്കിൽ എപ്പോഴും കാരവാൻസ് ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങളൊരു 30 days എങ്കിലും പ്രയർ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പ്രൈസ് കിട്ടും. കാരണം ഇപ്പം ഞാൻ ബുക്ക് ചെയ്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ആഴ്ച ബാക്കൊക്കെ ആയിരിക്കും. എനിക്ക് അത്ര നല്ല പ്രൈസ് അല്ല കിട്ടിയത്, ബട്ട് ഇറ്റ് വാസ് ഓക്കെ. നിങ്ങൾ കുറച്ച് നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നല്ല പ്രൈസ് കിട്ടും. പിന്നെ കാരവാൻ്റെ പ്രൈസ് ചിലപ്പോൾ 2 ടൈപ്പിലുണ്ടാവും. ചിലപ്പോൾ ഒരു എൻ്റയർ കാരവാനിന് ഒരു ഫിക്സ്ഡ് പ്രൈസും ചിലപ്പോൾ പെർ ഹെഡും ആയിരിക്കും പ്രൈസ്. ഞാൻ ആദ്യം വെയിൽസിൽ പോയപ്പോൾ ഞങ്ങൾക്ക് എൻ്റയർ കാരവാൻ ഒരു ഫിക്സ്ഡ് പ്രൈസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് എത്ര പേരെ കൂട്ടിക്കഴിഞ്ഞാലും പ്രൈസ് കൂടില്ല. പക്ഷേ ഇത്തവണ പോയപ്പോൾ ഞങ്ങൾ പെർ ഹെഡ് പ്രൈസ് കൊടുത്തിട്ടാണ് പോയത്. എക്സ്ട്രാ ആളെ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ നിങ്ങൾ എപ്പോഴും അത് ചെക്ക് ചെയ്യണം, എസ്പെഷ്യലി വലിയ ഫാമിലിയും ഗ്രൂപ്പായിട്ട് പോകുന്ന ആൾക്കാർ. പിന്നെ നമ്മൾ വേറെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ അവിടെ പോയിട്ട് കുക്ക് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ പറ്റുകയാണെങ്കിൽ പ്രീ കുക്ക്ഡ് മീൽസ് നമ്മൾ പാക്ക് ചെയ്ത് ഫ്രോസൺ ബാഗ്സിൽ പാക്ക് ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് ടൈം കിച്ചണിൽ സ്പെൻഡ് ചെയ്യാണ്ട് നോക്കാം. അതുപോലെ ഇന്ത്യൻ ഗ്രോസറി ഷോപ്പിലൊക്കെ പ്രീ കുക്ക്ഡ് ഫുഡ് വാങ്ങാൻ കിട്ടും. അങ്ങനെ കൊണ്ടുപോയാലും മതി, കൂളറിൽ വെച്ച് കൊണ്ടുപോകാം. നമുക്ക് അവിടെ എത്തുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ എളുപ്പ പരിപാടികൾ തീരും. ഞങ്ങൾ അങ്ങനെയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫാമിലി ആയിട്ട് പോകുന്ന ആൾക്കാർ എപ്പോഴും മെഡിസിൻസും കാര്യങ്ങളും കയ്യിൽ വയ്ക്കുക. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളായിട്ട് പോകുന്ന ആൾക്കാർ മിക്ക കാരവാൻ പാർക്സിൽ അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കും, എങ്കിലും കയ്യിൽ വയ്ക്കുന്നത് നല്ലതാണ്. പിന്നെ ലാസ്റ്റ് ഓർ നോട്ട് ലീസ്റ്റ് എപ്പോഴും വെതർ ചെക്ക് ചെയ്തിട്ട് പോവുക. ഞങ്ങൾ പോയത് സമ്മർ വെക്കേഷൻ ആയിട്ട് പോലും ഞങ്ങൾക്ക് ഏകദേശം ഒരു ദിവസവും ഒരു ഈവനിങ്ങും നല്ല മഴയും കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ബീച്ച് ആയതുകൊണ്ട് സ്റ്റിൽ വി വർ ഏബിൾ ടു ഡു സംതിങ്. സോ വെതർ എപ്പോഴും ചെക്ക് ചെയ്തിട്ട് പോവുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഹാപ്പി കാരവാൻ വെക്കേഷൻ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പിന്നെയും കാണാം. ബൈ ഗൈസ്.